ആർ.എൽ.വി. രാമകൃഷ്ണന് എതിരെയുള്ള കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി M.K. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ സത്യഭാമ പരാമർശം പോലും തിരുത്താൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ കുരുക്ക് കൂടുതൽ മുറുകയാണെന്ന് തോന്നുന്നു അവർക്ക്. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത സാഹചര്യമുണ്ടല്ലോ. എന്താണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ഒപ്പം ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കലാമണ്ഡലം സത്യഭാമ ഇത്തരത്തിലുള്ള വർണ്ണപരമായ പരാമർശം, അതായത് കറുത്തവർ നൃത്തം ചെയ്യുന്നത് അത്ര സൗന്ദര്യാത്മകമല്ല, വെളുത്ത നിറമുള്ളവർക്കാണ് പ്രത്യേകിച്ച് മോഹിനിയാട്ടം പോലുള്ള കലാരൂപങ്ങൾ ചേരുന്നത് തുടങ്ങിയ നിലയിൽ അവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഈ പരാമർശം ഒരു യൂട്യൂബ് ചാനലിലാണ് ആദ്യമായി ഇത് പ്രസിദ്ധീകരിച്ചത്. ഇത് നേരിൽ കണ്ട ശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ നേരിട്ട് കേസെടുത്തിരിക്കുന്നത്. കേസെടുക്കുക മാത്രമല്ല, ഇത്തരം പരാമർശം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ച് തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും ഇവരുടെ ഈ പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് കമ്മീഷൻ അംഗം V.K. വീണകുമാരി രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് കൂടാതെയാണ് ഈ നടപടി. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമി എന്ന വ്യക്തി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ലക്ഷ്മി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.